പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് അവധി ദിവസങ്ങൾ ഉത്സവമാക്കാൻ പറ്റിയ അടിപൊളിയാക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ്. ഇത് മറ്റെങ്ങുമല്ല, കൊല്ലം ആശ്രാമ മൈതാനത്താണ് ഇന്ന് ഞങ്ങളുള്ളത്. ഈ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതൊന്നും കഴിയാറായിട്ടില്ല. എല്ലാവർക്കും പോയി കാണാം, ആസ്വദിക്കാം, സന്തോഷിക്കാം. ഈ ഒരു തിരക്ക് കാണുമ്പോഴേ അറിയാലോ അപ്പോൾ എന്തുമാത്രം അടിപൊളിയാണ് ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ എന്ന്. ഞങ്ങൾ പോയത് ഒരു ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് തന്നെ തിരക്ക് വളരെയധികം കൂടുതലായിരുന്നു. തിരക്കായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ ഒരു മൈതാനത്ത് ഇത്രയധികം വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോഴേ അറിയാലോ എന്തുമാത്രം തിരക്കാണെന്ന്. ഇത് ഒരു 4 മണി സമയത്തുള്ള കാഴ്ചയാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും കാണാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ അകത്തായിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ടാണ്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന തിരക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനു മുന്നേ ഈ ഒരു സ്ഥലത്ത് തന്നെ സർക്കസ് കാണാൻ വന്നിട്ടുണ്ട്. അതുപോലെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഒക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത തിരക്കാണ് ഇന്ന് കണ്ടത്. കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അകത്തേക്ക് കയറാൻ പറ്റുമോ എന്ന് തന്നെ സംശയമായിരുന്നു. പക്ഷേ കയറിപ്പറ്റി. ഇനി ടിക്കറ്റിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 150 രൂപ, അതിന് മുകളിലേക്കുള്ള എല്ലാവർക്കും 200 രൂപ. ഇതാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഈ ക്യൂ ഒന്നും ആയിട്ടില്ല. ക്യൂവിൻ്റെ ഏറ്റവും പുറകിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇനിയും കിടപ്പുണ്ട്, അങ്ങറ്റം വരെ കിടപ്പുണ്ട്. എത്ര നേരം നിന്നിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനും മോനും കൂടി നേരെ ഫ്രണ്ടിൽ പോയി വേറൊരാളിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ടിക്കറ്റ് എടുത്തു തിരിച്ചു വന്നു. പെട്ടെന്നൊക്കെ കയറി കാണണമെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ ഉടായ്പൊക്കെ കാണിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു 5-5:15 കൂടി നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് അകത്തേക്കുള്ള ദൃശ്യങ്ങളെല്ലാം. പിന്നെ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നിട്ട് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ അടിപൊളിയൊക്കെ ആയിരുന്നു. പക്ഷെ തിരക്ക് കാരണം പുറത്തിറങ്ങിയപ്പോൾ ഒരു പരുവായി. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ സൺഡേ അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നേരെ പോകാം കൊല്ലം ആശ്രാമ മൈതാനത്തിലേക്ക്. സൺഡേ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും പ്രവൃത്തി ദിവസമാണ്. എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ, വെള്ളച്ചാട്ടം. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ദൂരെ നിന്ന് വരെ എല്ലാവരും ഇവിടേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെയാണ് ഞങ്ങളും അവിടേക്ക് എത്തിയത്. എന്തായാലും വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് നിൽക്കുന്ന തിരക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അകത്ത് കയറിയപ്പോൾ മനസ്സിലായി 200 രൂപയുടെ ടിക്കറ്റൊന്നും ഒരു നഷ്ടമായിട്ടില്ല എന്ന്. പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ വീണ്ടും ചില കാര്യങ്ങളും കൂടി ഉണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കണം. അത് ചിലപ്പോൾ നഷ്ടമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. അങ്ങനെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും. അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ, സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. അടിപൊളി വെള്ളച്ചാട്ടം, അതിനോടൊപ്പം മ്യൂസിക്. ഇതിൻ്റെ കുറച്ച് മധ്യഭാഗത്തായിട്ട് ഡാൻസ് കളിക്കാനൊക്കെ അവർ കുറച്ച് സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവാം. പിന്നെ കാണുന്നതാണ് മറുവശത്തുള്ള വെള്ളച്ചാട്ടം. അങ്ങനെ 2 വശത്തും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്കൈ ലാൻഡിങ്. ഇതിലേക്ക് കയറി ഇരുന്നാൽ മാത്രം മതി, മുകളിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ 120 അടി മുകളിൽ ചെന്നിരുന്ന കാഴ്ചകളെല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം. ഇതിൽ കയറാനുള്ള ഒരാളുടെ ടിക്കറ്റ് വില 250. ഞങ്ങൾ പിന്നെ അതിലൊന്നും കയറാൻ നിന്നില്ല. അങ്ങ് മുകളിൽ പോയിട്ട് താഴോട്ട് നോക്കിയാലേ തല കറങ്ങും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അല്ലാതെ ടിക്കറ്റിൻ്റെ റേറ്റ് ഇട്ടിട്ടൊന്നുമല്ല. അപ്പോൾ പിന്നെ താഴെ നിന്നിട്ട് തന്നെ അടിപൊളിയായിട്ട് കാഴ്ചകളെല്ലാം കാണാമല്ലോ. പിന്നെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന് തോന്നി അങ്ങനെ താഴെ നിന്ന് തന്നെ എല്ലാം കണ്ടു. അപ്പോൾ സ്കൈ ലാൻഡിങ് ഒക്കെ നേരെ കണ്ടുവെച്ചോളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ടിക്കറ്റൊക്കെ എടുത്തങ്ങ് എല്ലാവരും കയറി കാണണം. അതാണ് രസം. എല്ലാത്തിലും കയറി എക്സ്പെരിമെൻറ്റ് ചെയ്യണ്ടേ, അപ്പോഴല്ലേ എല്ലാം സൂപ്പറായിട്ടിരിക്കുള്ളൂ. ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ എന്താണെന്ന് കാണാം. വെള്ളച്ചാട്ടം ഓഫ് ചെയ്യുമ്പോഴുള്ള ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഓഫ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ ഓൺ ആക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ എല്ലാവർക്കും വെള്ളച്ചാട്ടം ആസ്വദിക്കുമ്പോൾ അതങ്ങ് ഓഫാവും, അടുത്ത സൈഡിൽ ഓൺ ആവും. അപ്പോൾ അടുത്ത സൈഡിലേക്ക് പോകാം. പക്ഷേ ഈ തിരക്ക് കാരണം അടുത്ത സൈഡിലോട്ട് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട, അവിടെ നിന്ന് തന്നെ കാണാം.
നേരത്തെ കണ്ട സ്കൈ ലാൻഡിങ് ഇപ്പോൾ ആകാശത്തിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഇരുന്ന് അവർ കണ്ടിട്ടൊക്കെ പതുക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അതിനകത്ത് തന്നെ ഐസ്ക്രീം, ലൈം ജ്യൂസ്, കോഫി, ടീ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിന്ന് ബോറടിക്കേണ്ട. ആ നിൽക്കുന്ന സമയത്തൊക്കെ പോയി ഒരു ഐസ്ക്രീം കഴിക്കാം, ടീ കുടിക്കാം, എന്ത് വേണോ ആവാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പോകുന്നത് ബേർഡ്സ് പാർക്കിലേക്കാണ്. അതിൻ്റെ അകത്തേക്ക് കയറി ആ കയറുന്ന ദൃശ്യമൊന്നും എടുക്കാൻ പറ്റിയില്ല. മറ്റൊന്നുമല്ല, ഫോണ് കയ്യിലേക്ക് എടുക്കാനും പറ്റിയില്ല. അവിടെ ചെന്ന് കൈയും കെട്ടിയങ്ങ് നിന്ന് കൊടുത്താൽ മാത്രം മതി. പുറകിലും ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നവർ എവിടെയാണോ നമുക്ക് എത്തേണ്ടത് അവിടെ കൊണ്ടെത്തിച്ചോളും. അപ്പോൾ മനസ്സിലായില്ലേ എത്രത്തോളം തിരക്കായിരുന്നുവെന്ന്. അങ്ങനെ ഒരുവിധം ബേർഡ്സ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ഒറിജിനൽ ബേർഡ്സ് പാർക്ക്. കാരണം അവിടെയുള്ള പക്ഷികളെല്ലാം സ്വതന്ത്രമായിട്ട് തുറന്നങ്ങ് വിട്ടിരിക്കുകയാണ്. ഈ ഒരു വലിയ കൂടാരത്തിനുള്ളിൽ അവർ സ്വതന്ത്രമായിട്ട് പറന്ന് കളിച്ച് ചിരിച്ചൊക്കെ അങ്ങ് നടക്കുകയാണ്. ഇതിൻ്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തന്നെ ഒരു നല്ല രസമായിരുന്നു. സാധാരണ ബേർഡ്സ് പാർക്കിലൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്നത് ചെറിയ ചെറിയ കൂടുകളിലും അല്ലെങ്കിൽ ഇത്തിരി ഒരു വലിയ കൂടിലൊക്കെ അടച്ചിട്ടിരിക്കുന്ന പക്ഷികളെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കണ്ടത്. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ആവണം ബേർഡ്സ് പാർക്ക് എന്ന് തന്നെ തോന്നി. ആ കിളികൾ പറക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നും. അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയാണ്. കാരണം ഞങ്ങൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ തലയുടെ മുകളിലൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് പറന്നു പോകുന്ന കാഴ്ചയൊക്കെയാണ് അവിടെ കണ്ടത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്, പക്ഷികളെല്ലാവരും. അതിനകത്ത് തന്നെ പക്ഷികളെ എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എടുത്ത് കയ്യിൽ വയ്ക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെ എന്ത് വേണോ ചെയ്യാം. പക്ഷേ അതിനും പൈസ കൊടുക്കണം. ഒരാൾക്ക് 100 രൂപ എന്ന് വെച്ചാൽ ഒരു 3 തത്ത ഉണ്ടായിരുന്നു, വലിയ തത്തയാണേ. അതിൽ ഒരാളെ എടുക്കണമെങ്കിൽ 100 രൂപ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പും ഉണ്ടായിരുന്നു. അതിനെ എടുക്കാനൊന്നും പോയില്ല. ഞങ്ങൾ എന്തായാലും ഇതിനകത്താണ് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ നമ്മുടെ അയാൻസ് ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിരിക്കുകയാണ് തത്തയെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വിധത്തിൽ തത്ത തോളിലിരുന്നു. പക്ഷേ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കയ്യിൽ ഇതുപോലെ വെച്ചിരുന്നു, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, സന്തോഷമായി. പിന്നെ അപ്പുറത്തിരിക്കുന്നുണ്ടല്ലേ വെള്ളത്തത്ത, അവരെയൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ കൂടെ നിന്ന ആൾ പറഞ്ഞു, ഈ തത്തയുടെ ഉടമസ്ഥൻ പറഞ്ഞു ഇവനാണ് കുറച്ച് പാവം, മറ്റേ ആൾക്കാരൊക്കെ ഇത്തിരി അഗ്രസീവാണ്, കൊച്ചുകുട്ടിയല്ലേ എടുത്ത, അതുകൊണ്ട് അതൊക്കെ അങ്ങ് പറഞ്ഞു തന്നു. ഇനി അടുത്ത സെക്ഷൻ. അവിടെ വലുതായിട്ട് കാഴ്ചകളൊന്നുമില്ല. ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളായിരുന്നു. അതിൽ വണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തൊട്ട് നോക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ചിലപ്പോൾ മുതിർന്നവർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല, പക്ഷേ ഇഷ്ടമാവാതിരിക്കാൻ ഒരു ചാൻസുമില്ല. അത്ര ഭംഗിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ സൂര്യകാന്തി പൂവായിരുന്നു ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ മ്യൂസിക് ഇട്ടിട്ട് കുട്ടികൾക്ക് കളിക്കാനും സൗകര്യമുണ്ട്. സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം, അങ്ങനെ എല്ലാ സൗകര്യവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവധി ദിവസം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് നേരെ ആശ്രാമ മൈതാനത്തിലേക്ക് പോകാൻ മറക്കല്ലേ. ഈ കാഴ്ചകളൊക്കെ കണ്ടു തീർന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി നല്ല കാഴ്ച. അപ്പോൾ അതും കൂടി കണ്ടിട്ടേ എല്ലാവരും പോവാവൂ. അടുത്തത് നേരെ പോകുന്നത് അക്വേറിയത്തിലേക്കാണ്. അവിടെ മത്സ്യകന്യക ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. പക്ഷേ 2-3 പുരുഷന്മാർ അങ്ങോട്ട് പോയിട്ട് ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുന്നത് കണ്ടു. കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്നത് മത്സ്യകന്യകയല്ല, മത്സ്യകന്യകനായിരുന്നു എന്ന്. അങ്ങനെ കുറച്ച് പേര് നിരാശപ്പെട്ടൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടു. അപ്പോൾ ആ കന്യകനെ നിങ്ങൾക്കും കാണണ്ടേ? ഇതാണ് ആ മത്സ്യകന്യകൻ. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ കുഴപ്പമില്ല, ആണുങ്ങളങ്ങ് പൊക്കോട്ടേന്ന്. അവർക്ക് നിരാശ വേണ്ട. അടുത്ത സെക്ഷനിൽ അടുത്ത ആരെങ്കിലും കാണും, അവിടെ ഉണ്ട് മത്സ്യകന്യക. അപ്പോൾ അതും കൂടി കണ്ടിട്ടൊക്കെ പോവാല്ലേ. അങ്ങനെ മത്സ്യകന്യകനെ കണ്ടു. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയില്ല. ഗ്ലാസ്സിന് പുറത്തോട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന കണ്ടു, ബാക്കിയുള്ളവർ ഞാനല്ല. പിന്നെ എല്ലാവർക്കും ടാറ്റ കൊടുത്തു. അങ്ങനെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അടുത്ത സെക്ഷനിലാണ് നമ്മുടെ മത്സ്യകന്യക ഉള്ളത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഇവരൊക്കെ എത്ര നേരം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണമെന്നൊക്കെ ആലോചിച്ചപ്പോൾ ഒരു പാവം തോന്നിയല്ലേ? നിങ്ങൾക്കും തോന്നിയില്ലേ? തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ ഇനി അടുത്ത് നമുക്ക് മത്സ്യകന്യകയെ കാണാം. ദേ കിടക്കുന്നു മത്സ്യകന്യക, ഒരു കുട്ടി മത്സ്യകന്യക. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷമായി. പക്ഷേ മത്സ്യകന്യകൻ്റെ അടുത്ത് പോയി തൊട്ടടുത്തൊക്കെ പോയി വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിപ്രത്ത് വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്തേക്ക് പോകരുത്, തുടരുത് എന്നൊക്കെ. അത് മോശമായി പോയി എന്നെനിക്ക് തോന്നി. നീന്തുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ മുകളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് ശ്വാസം എടുത്തിട്ടേക്ക് വീണ്ടും താഴേക്ക് വരുന്നു. അങ്ങനെ കുറേ നേരം മത്സ്യകന്യകയെ കണ്ടിരുന്നു. സൂപ്പറായിരുന്നു നീന്തലൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെ അധികം നേരം അവർ നിർത്തിയില്ല. മറ്റൊന്നും കൊണ്ടല്ല, തിരക്ക് കാരണമാണ്. മത്സ്യകന്യകൻ്റെ അടുത്ത തിരക്കിനേക്കാളും കൂടുതലായിരുന്നു ഇവിടുത്തെ തിരക്ക്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത സെക്ഷൻ മറ്റൊന്നുമല്ല, അവിടെയും ഒരു മത്സ്യകന്യക ആയിരുന്നു. ആ മത്സ്യകന്യകയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുക്കാനും കൊടുക്കണം 50 രൂപ, ഓരോരുത്തർക്കും 50. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ എത്രത്തോളം പൈസ പോകുമെന്ന് മനസ്സിലായില്ലേ? പൈസ പോകും, അല്ല അവർക്ക് എത്രത്തോളം പൈസ കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. അങ്ങനെ ഏകദേശം കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു, സാധനങ്ങൾ വാങ്ങാം. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രത്തോളം തിരക്ക് കൂടുതലായിരുന്നു. വാങ്ങാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് കണ്ടങ്ങ് പോവാനേ പറ്റിയുള്ളൂ. അവിടെ നിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രത്തോളം തിരക്കായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു ഊഞ്ഞാലാണ്. ആടുമ്പോൾ ബട്ടർഫ്ലൈയുടെ ചിറകും ഇതുപോലെ ആടുന്ന ആ ഒരു ഊഞ്ഞാലിൻ്റെ അകത്തിരുന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഇരുന്ന് കുറച്ച് നേരം ആടാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരാൾ ഇറങ്ങുമ്പോൾ അടുത്ത ആൾ ക്യൂ ആണ് അതിൽ കയറാനായിട്ട്. അപ്പോൾ അത് നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ നിന്നും ആശ്രാമ മൈതാനത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സ്റ്റാളുകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കൈകോർത്ത് പിടിച്ചാണ് മുമ്പോട്ട് നടന്നു പോയത്, അല്ലെങ്കിൽ കൂടെയുള്ള ആളിനെ കാണാൻ പറ്റില്ല, എവിടെയെങ്കിലും നിൽക്കും. അത്ര തിരക്കായതുകൊണ്ട് അങ്ങനെ കുറച്ചൊക്കെ കവർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 7:30 മണി സമയമാണ്. അപ്പോൾ ഞങ്ങൾ കയറിയ സമയം എത്രയാണെന്നറിയാലോ? 4 മണി. 4 മണിക്ക് അകത്തേക്ക് കയറിയതാണ്. 4 മണിക്ക് അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നിന്നു. പിന്നെ ഏകദേശം 5 മണി കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറി. അതിനുശേഷം ഈ ഒരു സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തേക്കുള്ള കാഴ്ചകളാണ്, പുറത്തുള്ള ഈ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും മുതിർന്നവർക്ക് കളിക്കാൻ പറ്റിയതും, മുതിർന്നവർക്ക് കളിക്കാനല്ല കയറാൻ പറ്റിയതും, വേണമെങ്കിൽ കളിക്കാൻ ചെയ്യാം, എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഒട്ടകം കിടപ്പുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാം, അതിനും കൊടുക്കണം പ്രത്യേകം പൈസ. പാവം ഒട്ടകം, നല്ല പ്രായമുള്ള ഒരു ഒട്ടകമായിരുന്നു. കരയുന്ന കണ്ടിട്ട് പാവം തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ആശ്രാമ മൈതാനത്തുള്ള കാഴ്ചകൾ. അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് പോവാം. ഈ എക്സ്പെരിമെൻ്റൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തേക്കണേ, അത് മറക്കല്ലേ. അതുപോലെ ഇവിടെ പോയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കുകയേ ചെയ്യരുത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഇഷ്ടമായാലും ലൈക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ, ബൈ.